ഹലോ, എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. മഴയൊക്കെ മാറി ഇപ്പോൾ വെയിലൊക്കെ വരാൻ തുടങ്ങി, ചിങ്ങം പിറന്നു, ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ബഹളമായി. അപ്പം ഞാൻ ഓർത്തുന്നൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന്. കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ നമുക്കിന്ന്. അതിനുവേണ്ടി എനിക്ക് വലിയ കുറുക്കയായി ഇപ്രാവശ്യം കിട്ടിയത്. അപ്പം ഞാൻ ആ ചെറിയ കുറുക്കയ്ക്കാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പം ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇതങ്ങ് വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആദ്യം ചുരണ്ടി അത് തൊലിയൊക്കെ കളഞ്ഞ് 2-3 വെള്ളത്തിൽ കഴുകണം. അപ്പം ഞാൻ ആദ്യം ചുരണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഇതുപോലെ അരിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ക്യൂബ് പോലെ, ചെറിയ ട്രയാങ്കിൾ പോലെ അരിഞ്ഞിരിക്കുന്നത്, അത് അരിഞ്ഞ് 2-3 വെള്ളത്തിൽ കഴുകി ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂർക്ക വെള്ളത്തിലിട്ട് അങ്ങനെയും തൊലി കളയാം, പല രീതിയിൽ തൊലി കളയാം. അപ്പം ഞാനിവിടെ ചുരണ്ടിയാണ് കളഞ്ഞത്. അപ്പം ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ച് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം കടുക് ഇടുക. കടുക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. കറിവേപ്പില ഞാനിവിടെ എടുത്തു വെച്ച് 2 ദിവസമായതുകൊണ്ടാണ് ഇച്ചിരി കളർ മാറിപ്പോയി. ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രഷ് ആയിരുന്നു, 2 ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് ആ ഒരു കളറായി. ഇനിയിപ്പം അതൊന്ന് കറിവേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കൂർക്കായും കൂടെ ഇട്ട് കൊടുക്കണം. ഈ കൂർക്കയ്ക്ക് ചില സ്ഥലങ്ങളിൽ ശീവക്കിഴങ്ങെന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ, കഴിക്കാനും ഒക്കെ. അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനിട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ നല്ല മുളക് പൊടി ഒരു 1/4 ടീസ്പൂണും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. എല്ലായിടത്തും ആ മുളക് പൊടിയുടെ ഇതെത്തണം, ഉപ്പിൻ്റെയും ഒക്കെ. കടുവറുത്തതിൻ്റെ ആ ഒരു ഇതും എല്ലാം നന്നായിട്ട് മിക്സാകാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി ഇത് അടച്ച് വെച്ച് ചെറിയ ലോ ഫ്ലെയിമിലാണ് ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവട്ടെ. വെള്ളം ഒഴിക്കാതെയാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്, എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യമേ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ അടപ്പൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരിയും കൂടെ വേവണമല്ലോ, കൂർക്കായ്ക്ക് വേവും ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് വേവുന്ന പോലെ വേവുണ്ട്. അപ്പം എന്നിട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം ആ കൂർക്ക വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമൊക്കെ അങ്ങ് വറ്റി കഴിയുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. ലോ ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമൊന്നും വെക്കല്ലേ, വെള്ളം വറ്റിപ്പോയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം വറ്റിപ്പോയിട്ട് അത് വേവാതിരിക്കും. ലോ ഫ്ലെയിമിലാണെങ്കിൽ കറക്റ്റ് വേവിൽ കിട്ടും നമുക്ക്. കണ്ടോ, ഇപ്പം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കൂർക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കൂർക്കയുടെ തൊലി കളയുന്ന ഒരു താമസമേ ഉള്ളൂ. അത് വെള്ളത്തിലിട്ട് കൈ കൊണ്ടായാലും നമുക്ക് തൊലി കളയാം, അല്ലെങ്കിൽ ചുരണ്ടി കളയാം. കൈയുടെ കറുത്ത പാട് പോകണമെങ്കിൽ നമ്മുടെ പുളിവെള്ളത്തിൽ കൈ മുക്കി അത് വെച്ച് നന്നായിട്ട് ഉരച്ച് കഴിക്കുക, അത് പോവുകയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി കൂർക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ. ബെല്ലൈക്കണും കൊണ്ട് എനേബിൾ ചെയ്താൽ എൻ്റെ ചാനൽ ഞാനിന്ന് വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.